അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസിന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدير يا الله. صلاة الله إلهي نجنا وكشف جميع أذية وصرف مكائد العدا والطوف بأهل البدير يا الله. صلاة الله سلام الله ولدتك أمك يا ابن آدم باكيا فالناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. ولدتك أمك يا ابن آدم باكيا فالناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا
في حال موتك لاحقا مسرورا. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലുമൊക്കെ നമ്മിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നാം ഈ സംഗമിച്ചതിലേറെ ഉപരി സന്തോഷത്തിൽ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമങ്ങളിൽ നമ്മയും നമ്മോട് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാകപ്പിഴവുകളും അള്ളാഹു അഫ്വ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സലാമത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മുഅ്മിനീങ്ങളെ, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പറ്റുന്ന ആളുകളൊക്കെ ഒരല്പം മുന്നോട്ട് വന്നിരുന്നാൽ അൽഹംദുലില്ലാ വലിയൊരു റാഹത്തായിരുന്നു. കാരണം നമുക്കൊക്കെ അറിയാം, നോമ്പാണ്, ക്ഷീണമുണ്ടാകും, ചിലർക്ക് ചാരി ഇരിക്കേണ്ടി വരും, ചിലർക്ക് സൈഡിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി മുമ്പക്ക് വന്നാൽ സദസ്സ് ഒരു റാഹത്തായിരുന്നു എന്ന് പ്രത്യേകം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. സംഭവം എവിടെ ഇരുന്നാലും കേൾക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അൽഹംദുലില്ലാ ഇന്ന് നമുക്ക് ഉണ്ടല്ലോ. എന്തായാലും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ പരിശുദ്ധ റമളാനു ശരീഫിൻ്റെ വഔസത്തുഹു മഗ്ഫിറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ റിസാലത്തിൻ്റെ നാവ് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട വഔസത്തുഹു മഗ്ഫിറ, വിശുദ്ധ റമളാനു ശരീഫിൻ്റെ രണ്ടാമത്തെ 10, നടുവിലത്തെ 10, മധ്യത്തിലെ 10 അത് മഗ്ഫിറത്തിൻ്റെ 10 പാപമോചനത്തിൻ്റെ 10 നമുക്കറിയാം. മഗ്ഫിറത്തിൻ്റെ വഴികൾ എന്നാണ് വിഷയം തന്നിട്ടുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും തൗഫീഖ് കൊണ്ടും വിശുദ്ധമായിരിക്കുന്ന ഒരു റമളാനു ശരീഫിനു കൂടി സാക്ഷി നിൽക്കാൻ അള്ളാഹു നമുക്ക് ആയുസ് തന്നു എന്നതിൽ അൽഹംദുലില്ലാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫ് അവനിലേക്ക് സമാഗതമാവുകയും ധാരാളം സുഹൃത്തുങ്ങൾ അമലുകൾ ചെയ്ത് തൻ്റെ യജമാനനായിരിക്കുന്ന ഖാലിഖായ റബ്ബിൻ്റെ തഖറുബ്, അവൻ്റെ സാമീപ്യം കരഗതമാക്കാൻ സമയം കിട്ടുക എന്നുള്ളതും അതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സൗഭാഗ്യമാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, കൂടുതൽ സമയമൊന്നും ഇല്ലെങ്കിലും കുറഞ്ഞ ടൈമിനുള്ളിൽ ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലുമൊക്കെ എഴുത്തിക്കാഫിൻ്റെ നിയത്ത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നവൈത്തുൽ എഴുത്തിക്കാഫ ഫി ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല എന്ന നിയത്ത് ഉച്ചരിച്ച് മനസ്സിൽ കരുതിയിരിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനുഷ്യരാണ്. അതായത് ദൈനംദിനം നിരവധി അനവധി പാപങ്ങൾ ചെയ്തു കൂട്ടിയ പാപികളായ അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മളൊക്കെ. ഈ പാപങ്ങളിൽ നിന്ന് ഒരു മോചനം നമുക്ക് കിട്ടണം. അതിന് പ്രത്യേകം നമുക്ക് പറ്റിയ ഒരവസരമാണ് ഈ വിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫ് എന്നുള്ളത്. കാരണം ഈ വിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫ് ഒരാളിലേക്ക് സമാഗതമായിട്ട് ആ വിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫ് കഴിയുമ്പോഴേക്ക് ഒരു മനുഷ്യൻ്റെ പാപം പൊറുത്തില്ല എങ്കിൽ, അവനിക്ക് പാപമോചനം കിട്ടിയില്ല എങ്കിൽ അവനാണ് ഏറ്റവും വലിയ പരാജിതൻ എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അപ്പോൾ ഈ വിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ഹൃത്തടം, നമ്മുടെ കൽബിൻ്റെ അകത്തളം ശുദ്ധീകരിച്ചുകൊണ്ട്
ഖാലിഖായ റബ്ബിൻ്റെ സാമീപ്യം കരഗതമാക്കിയ സൽജനങ്ങളിൽ നമുക്ക് പെടാൻ സാധിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. വസാരിഉ, നിങ്ങൾ ഉള്ളരി വരണം, നിങ്ങൾ മുന്നിട്ട് വരണം. എവിടേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനായിരിക്കുന്ന, നിങ്ങളുടെ രക്ഷിതാവായിരിക്കുന്ന അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക്, ഖാലിഖായ റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരണേ, നിങ്ങൾ ഉളരി വരണേ, പെട്ടെന്ന് വരണേ എന്ന് അള്ളാഹു പറയുകയാണ്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ മുന്നിട്ട് വരണേ. അപ്പം നമുക്കൊക്കെ അറിയാം, സ്വർഗമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത കൊതിയാണ്. തന്നോ എൻ്റെ ആവശ്യമുണ്ട് രണ്ടും. അപ്പോൾ യജമാനനായിരിക്കുന്ന ഖാലിഖായ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ ഉളരി വരണേ, മുന്നിട്ട് വരണേ, പെട്ടെന്ന് വരണേ എന്ന് പറയുന്നു. അവിടെ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥൻ്റെ, അതായത് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരണം. എന്നിട്ടോ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ മുന്നിട്ട് വരണേ എന്ന് റബ്ബ് തആല നമ്മോട് പറയുന്നു. എന്തിനു വേണ്ടിയാണത്? നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയികളാവാൻ വേണ്ടി, സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവരാവാൻ വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ ആജ്ഞ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. അങ്ങനെ റബ്ബിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ തഖ്വയുള്ള മനുഷ്യനായി മാറുന്നത്. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംതിസാലു അവ്വാമിരില്ല, രാജാതിരാജനായിരിക്കുന്ന റബ്ബിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കലാണ്. ഇംതിസാലു അവ്വാമിരില്ലാഹി വജ്തിനാബു മാനഹാഹു, പടച്ച റബ്ബ് വിരോധിച്ച കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്, നമ്മൾ വർജിക്കേണ്ടതാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അപ്പം നമ്മൾ മനുഷ്യരാണ്. മനുഷ്യ സഹജമായി നന്മയും തിന്മയുമൊക്കെ നമ്മൾ കാണുമ്പോൾ ആ നന്മ മാത്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു വിശേഷ ബുദ്ധി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. നന്മ തിരഞ്ഞെടുക്കാനുള്ള വിശേഷ ബുദ്ധിയും കഴിവും പ്രാപ്തിയുമൊക്കെ ഖാലിഖായ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നന്മയുടെ പാന്താവിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, ഈ മഗ്ഫിറത്തിൻ്റെ 10ലേക്ക് നമ്മൾ കടന്നതോടുകൂടെ, അതായത് 10ാമത്തെ നോമ്പിൻ്റെ അന്ന് സൂര്യൻ അസ്തമിച്ചതോടുകൂടെ, മഗ്രിബ് ബാങ്കോടുകൂടെ നമ്മൾ ദിക്റിന് മാറ്റം വരുത്തി. നമ്മൾ യജമാനനായിരിക്കുന്ന റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ കേവലം നിസ്കാരശേഷം ഒരു 3 തവണ മാത്രം ചൊല്ലിയത് കൊണ്ട് നമ്മളെ ഹക്ക് വീടുന്നില്ല, നമ്മുടെ കടമ അവസാനിക്കുന്നില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ദിവസത്തിൽ നമുക്ക് 24 മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. ആ സമയത്തിൽ നമുക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ നിസ്കാരശേഷം 3 തവണ മാത്രം ബാക്കിയാക്കാതെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ഖാലിഖായ റബ്ബിനോട് നിരന്തരം നമ്മൾ ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നമ്മൾ ചോദിച്ചു വാങ്ങണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹിൻ്റെ മഗ്ഫിറത്ത് നമ്മൾ ചോദിച്ചു വാങ്ങണം. കാരണം ഒരു മനുഷ്യൻ്റെ പാപം പൊറുപ്പിക്കപ്പെടാതെ, ഒരു മനുഷ്യൻ്റെ പാപം പൊറുക്കാതെ അള്ളാഹുവിൻ്റെ കോടാനക്കോടി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനിക്കും കടക്കാൻ സാധ്യമല്ല. അപ്പോൾ സ്വർഗമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ കൊതിയാണ്, വല്ലാത്ത ആശയാണ്, ആഗ്രഹമാണ്. പടച്ച റബ്ബ് സ്വർഗം ലഭിക്കുന്ന സൽജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ സ്വർഗം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത പൂതിയാണ്, ആഗ്രഹമാണ്, ആശയാണ്, കൊതിയാണ്. പക്ഷേ സ്വർഗത്തിലേക്ക് പോവേണ്ട പണികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. സ്വർഗത്തിലേക്ക് പോവേണ്ട അമലുകളൊന്നും നമുക്കില്ല, ഇബാദത്തുകളൊന്നും നമുക്കില്ല.
പക്ഷേ സ്വർഗത്തിലേക്ക് പോവാനുള്ള ഒരുപാട് കവചങ്ങൾ, ഒരുപാട് വഴികൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലൂടെ തുറന്നു തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വഴി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കണം, സ്വർഗത്തിലേക്ക് പോവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തേക്ക് പോണ്ടേ? അൽഹംദുലില്ലാ പോകണം. ഒന്നുറക്കെ പറയും, പോകണം. അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിൽ നിന്ന് ഏതെങ്കിലും ഒരു വഴി സ്വീകരിച്ച് നമുക്ക് എത്തണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഫറഹ ബിദുഖൂലി റമളാൻ, ഏതെങ്കിലും ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫിൻ്റെ ആഗമനത്തിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ, ശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫിൻ്റെ ആഗമനത്തിൽ റമളാനു ഷരീഫ് തന്നിലേക്ക് പ്രവേശിച്ചു എന്ന് സന്തോഷിച്ചു കഴിഞ്ഞാൽ, ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ, ഹറമല്ലാഹു ജസദഹു, ആ മനുഷ്യൻ്റെ ശരീരം അള്ളാഹു നിഷിദ്ധമാക്കുന്നതാണ്. എന്തിൻ്റെ മേൽ? അലന്നീറാൻ, നരകത്തിൻ്റെ മേൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ്റെ ശരീരത്തെ ഹറാമാക്കുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വഴി, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് മൻ ഫറഹ ബിദുഖൂലി റമളാൻ? മൻ ഫറഹ, ആരെങ്കിലും ഒരാൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ, ബിദുഖൂലി റമളാൻ, റമളാനിൻ്റെ ആഗമനം കൊണ്ട്, റമളാനിൻ്റെ പ്രവേശനം കൊണ്ട്. എങ്ങനെ സന്തോഷിക്കുക അല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്ന് നോമ്പ് തുറക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് വിവിധങ്ങളായ സുഭിക്ഷമായ ഭക്ഷണങ്ങളാണ് നമ്മുടെ തീന്മേശയിൽ അൽഹംദുലില്ലാ ഒരുങ്ങി തയ്യാറാവുന്നത്. വേണ്ടെന്നല്ല, അള്ളാഹു തആല ആ അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തി തരട്ടെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോകത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ നോമ്പ് തുറക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഫലസ്തീന്, ഗസ എന്ന് പറയുന്ന നമ്മുടെ ആ രാജ്യത്തിൽ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളും വേദനകളും പീഡനങ്ങളും. അപ്പം നമുക്കറിയാമല്ലോ, ഈ റമളാൻ ഷരീഫിന് തന്നെ തറാവീഹ് നിസ്കരിച്ച ഒരുപാട് ആളുകളെ തല്ലിച്ചതക്കുന്ന രംഗങ്ങൾ, അതുപോലെ തന്നെ ബോംബാക്രമണം നടത്തിയിട്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഓരോ സമയങ്ങൾ, ഇതൊക്കെ നമ്മൾ നവമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞവരാണ്. അള്ളാഹു അവർക്കൊക്കെ സലാമത്ത് നൽകട്ടെ, രക്ഷ കൊടുക്കട്ടെ. നമുക്കവർക്ക് വേണ്ടി ദുആ ചെയ്യണം, എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ സഹോദര സഹോദരിമാർക്ക് വേണ്ടി. അപ്പോൾ അതിന്നൊക്കെ വ്യത്യസ്തമായി അൽഹംദുലില്ലാ നമ്മൾ ഒരുപാട് സന്തോഷവാന്മാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, എങ്ങനെ പടച്ചോനെ എങ്ങനെ സന്തോഷിക്കണം? റമളാനു ഷരീഫാണ്, ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? എണ്ണക്കടികൾ, പല ഐറ്റംസ് അല്ലേ? അതേപോലെ തന്നെ ചോറുകൾ, പലതരം, 2 തരം 3 തരം ചോറുകൾ, അതേപോലെ തന്നെ വെള്ളങ്ങൾ, പലതരം ജ്യൂസുകൾ, അതേപോലെ തന്നെ ഇങ്ങനെ അൽഹംദുലില്ലാ നിരവധി അനവധി ഭക്ഷണ പാനീയങ്ങൾ. അപ്പോൾ ഇതൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിക്കലാണോ ഈ സന്തോഷം? അല്ല. മൻ ഫറഹ ബിദുഖൂലി റമളാൻ എന്ന് പറയുമ്പോൾ എങ്ങനെ സന്തോഷിക്കണം? പടച്ച റബ്ബേ, യജമാനനായിരിക്കുന്ന രാജാതിരാജനായിരിക്കുന്ന റഹ്മാനായ റബ്ബേ, ഈ വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫ് കടന്നു വന്നാൽ അതിൽ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചാൽ, എന്തിനേറെ പറയുന്നു, ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിൻ്റെ പ്രതിഫലവും, ഒരു ഫർള് ചെയ്താൽ 70 ഫർള് ചെയ്ത പ്രതിഫലവും, ഇങ്ങനെ ഇരട്ടി ഒരുപാട് നിരവധി അനവധി പ്രതിഫലങ്ങൾ ഒരു അമല് കൊണ്ട് തന്നെ വാരിക്കൂട്ടാൻ പറ്റുന്ന വിശുദ്ധമായിരിക്കുന്ന റമളാൻ അല്ലേ? ഒന്ന് ചെയ്താൽ 1 മുതൽ 70,000 ഇരട്ടി വരെ ഓരോ അമലുകൾക്കും ഓരോ സുഹൃതങ്ങൾക്കും അല്ലാഹു തആല പ്രതിഫലം തൻ്റെ അടിമകൾക്ക് നൽകപ്പെടുന്ന ഒരു വിശേഷപ്പെട്ട മാസമാണ് വിശുദ്ധമായിരിക്കുന്ന റമളാൻ. നമുക്കറിയാമല്ലോ, പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? കേട്ടുകുണി ഇൻഷാ അല്ലാഹ്. പുണ്യങ്ങളുടെ പൂക്കാലം. അപ്പോൾ 1 മുതൽ 70,000 ഇരട്ടി വരെ ഓരോ സുഹൃതങ്ങൾക്കും ഓരോ നന്മകൾക്കും യജമാനനായ റബ്ബ് തൻ്റെ അടിമകൾക്ക് ഓശാരമായി നൽകപ്പെടുന്ന വിശുദ്ധമായിരിക്കുന്ന റമളാൻ. അപ്പോൾ അള്ളാഹുവിനോട് പറയാ, റബ്ബേ
ഈ വിശുദ്ധമായിരിക്കുന്ന റമദാനിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്ത് ഒരുപാട് നന്മകൾ വാരിക്കോരി കൂട്ടാൻ പറ്റുന്ന മാസമാണല്ലോ വിശുദ്ധമായ റമദാൻ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ റമദാനിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഹറമല്ലാഹു ജസദഹു അലന്നിറാൻ, യജമാനനായിരിക്കുന്ന റബ്ബ് ആ മനുഷ്യനെ നരകത്തെ തൊട്ട് ഹറാമാക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ചലോലി റമദാൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയും. പക്ഷേ റമദാന് കഴിയുമ്പോൾ നമ്മളെ മുസീബത്താണ്. കാരണം റമദാന് കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ വാനലോകത്തുള്ള ഒരുപാട് മലായിക്കത്തീങ്ങൾ വരെ കരയുമെന്നാണ്. അപ്പോൾ റമദാന് കഴിയുമ്പോൾ നമ്മളൊക്കെ മുസീബത്താണ്. അപ്പോൾ റമദാനിൽ അൽഹംദുലില്ലാ അങ്ങനെ ഉണ്ടാവുക എന്നുള്ളതും വേണ്ടപ്പെട്ട സുഹൃതങ്ങളൊക്കെ ചെയ്തുകൊണ്ട് യജമാനനായിരിക്കുന്ന റബ്ബിൻ്റെ തഖർറുബ് കരഗതമാക്കുക എന്നുള്ളതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. ഇനിയും ഒരുപാട് വിശുദ്ധമായിരിക്കുന്ന റമദാൻ ഷരീഫിനെ വരവേറ്റുകൊണ്ട് യജമാനനായിരിക്കുന്ന അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഗ്ഫിറത്തിൻ്റെ 10 ഞാൻ പറഞ്ഞല്ലോ, പാപമോചനത്തിൻ്റെ വഴികൾ, മഗ്ഫിറത്തിൻ്റെ വഴികൾ. ഈ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പാപം പൊറുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, വിശുദ്ധമായിരിക്കുന്ന റമളാൻ ഷരീഫിൻ്റെ 1-ാമത്തെ രാവ്, വിശുദ്ധമായിരിക്കുന്ന റമളാൻ ഷരീഫ് നാളെയാണെങ്കിൽ ഇന്നത്തെ രാവ്, ആ രാവിൽ വെച്ചുകൊണ്ട് യഖൂലുല്ലാഹ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് വിളിച്ചു പറയുന്നത്? മന്ദല്ലദീ യുഹിബ്ബുനാ ഫനുഹിബ്ബുഹു, ആരാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത്? എന്നാൽ ആര് നമ്മെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഫനുഹിബ്ബുഹു, നാം അവനെ ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹു വിളിച്ചു പറയുന്നു. എന്നിട്ടോ വമന്ദല്ലദീ യത്ലുബുനാ ഫനത്ലുബുഹു, ആരാണ് നമ്മോട് തേടുന്നത്? ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നമുക്കറിയാമല്ലോ, ദുന്യാവാണ്. ദുന്യാവിൽ നമുക്കൊക്കെ നിരവധി അനവധി ആവശ്യങ്ങൾ തൻ്റെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് നമ്മളൊക്കെ റബ്ബിനോട് ദൈനംദിനം ദുആ ചെയ്യാറുണ്ട്. അപ്പം ആരാണ് നമ്മോട് ചോദിക്കുന്നതെങ്കിൽ, ആവശ്യപ്പെടുന്നതെങ്കിൽ ഫനതുലുബുഹു, ഞാൻ അവൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാം. എന്നിട്ട് പറയുന്നു, ഇവിടെയാണ് നമ്മളെ വിഷയം, വമന്ദല്ലദീ യസ്തഗ്ഫിറുനാ ഫനഗ്ഫിറു ലഹു, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? ആരാണ് എന്നോട് പാപമോചനം ചോദിക്കുന്നത്? എന്നാൽ ഫനസ്തഗ്ഫിറു ലഹു, ഞാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാം. എങ്ങനെ പുറത്തു കൊടുക്കും? ബിഹുറുമത്തി ശഹ്രി റമളാൻ, വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട്, ഈ വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫിൻ്റെ ഫളല് കൊണ്ട്, അതിൻ്റെ പവിത്രത കൊണ്ട് ഞാൻ അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫിൻ്റെ 1-ാമത്തെ രാവിൽ വെച്ചുകൊണ്ട് നമ്മോട് വിളിച്ചറിയിച്ചിട്ടുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പം നമ്മൾ ചോദിക്കണ്ടേ എൻ്റെ പ്രിയപ്പെട്ടവരെ? നമുക്ക് ചോദിക്കാൻ പലതുമുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും ചോദിക്കേണ്ടത് വമന്ദല്ലദീ യസ്തഗ്ഫിറു, ആരാണ്? വമന്ദല്ലദീ യസ്തഗ്ഫിറുനാ ഫനഗ്ഫിറു ലഹു, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? നമുക്കൊക്കെ അറിയാം ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന പാപമോചനത്തിൻ്റെ വാചകമാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും പറ്റിയ ഒരു വിശുദ്ധമായ ദിക്റുണ്ടെങ്കിൽ, ഒരു വാചകമുണ്ടെങ്കിൽ അത് ഇസ്തിഗ്ഫാറിൻ്റെ വചനമാ. ഏതാ ഇസ്തിഗ്ഫാറിൻ്റെ വചനം? ഒന്ന് പറഞ്ഞാണി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അതങ്ങനെ തന്നെ ഉച്ചരിക്കണം കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ, ഹാഇന് ഫത്ഹ് കൊടുത്തുകൊണ്ട് തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ പലവരും ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹി എന്ന് ആവാറുണ്ട്, അസ്തഗ്ഫിറുല്ലാഹു എന്ന് ആവാറുണ്ട്. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. ഫത്ഹ് കൊടുത്തുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം
ഒരു 11 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ കരിച്ചു കളയട്ടെ. ഈ വിശുദ്ധ മഗ്ഫിറത്തിൻ്റെ 10ന്റെ ഹക്ക് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു മായ്ച്ചു കളയട്ടെ. മായ്ച്ചു കളഞ്ഞ് അല്ലാഹു നമ്മുടെ ഹൃത്തടം ശുദ്ധീകരിച്ച് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മൾ നിരന്തരം റബ്ബിനോട് ചോദിക്കണം, ഇസ്തിഗ്ഫാർ ചോദിക്കണം. കാരണം തൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ എന്ന് മാത്രമല്ല, സയ്യിദുൽ കൗനൈൻ, പ്രപഞ്ചത്തിൻ്റെ നേതാവാണ്, അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത നമ്മുടെ കരളിൻ്റെ കഷ്ണം, നമ്മുടെ ചങ്കിലെ ചോരയായ അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു ദിവസം 100 തവണ, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും 70 തവണ റബ്ബിനോട് നിരന്തരം ഇസ്തിഗ്ഫാർ ചോദിക്കുമായിരുന്നു, പാപമോചനം തേടാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി പോലത്തെ കിതാബുകളിൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, ഒരു തെറ്റും ചെയ്യാത്ത ലോകത്തിൻ്റെ നേതാവ് പോലും ഒരു ദിവസം 70 അല്ലെങ്കിൽ 100 തവണ റബ്ബിനോട് പാപമോചനം തേടിയിരുന്നു. അപ്പം അങ്ങനെ ദിവസം ദൈനംദിനം അനവധി തെറ്റുകൾ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാപികളായ നമ്മൾ അള്ളാഹുവിനോട് കോടാനക്കോടി ഇസ്തിഗ്ഫാർ ചെയ്താലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് സമാനമാവുകയില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ്. കാരണം എവിടെ നോക്കിയാലും നമ്മൾ തെറ്റിലാണ്. അള്ളാഹു നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിനോട് നിരന്തരം നമ്മൾ ചോദിക്കണം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, പാപമോചനം നമ്മൾ ചോദിച്ചു വാങ്ങണം. അങ്ങനെ ചോദിച്ചു വാങ്ങുമ്പോൾ റബ്ബ് തൻ്റെ അടിമകൾക്ക് കൊടുക്കാമെന്ന് എന്ന് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ വിശുദ്ധമായിരിക്കുന്ന റമളാനിലേക്ക് പ്രവേശിച്ച ആ 1ാമത്തെ രാവിൽ തന്നെ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ എന്ത് ചോദിച്ചാലും ഹലാലായ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് നൽകാമെന്ന് ഖാലിഖായ റബ്ബ് നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചോദിക്കണം. കാരണം ഈ വിശുദ്ധമായിരിക്കുന്ന റമളാൻ ഷരീഫ് എന്ന് പറഞ്ഞാൽ അത് ഷഹ്റുദ്ദുആ, പ്രാർത്ഥനയുടെ മാസമാണ്. അള്ളാഹുവിനോട് അങ്ങേയറ്റം ഒരു അടിമ തനിക്ക് കിട്ടുന്ന സമയങ്ങൾ മുഴുവനും, തനിക്ക് കിട്ടുന്ന സമയങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. ഇതെന്താ ഇവിടെ നിൽക്കാത്ത? കുറേ നേരം ശരിക്കും നിൽക്കണില്ല സാധനം. എന്തായാലും റബ്ബിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് കിട്ടണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നമ്മളൊക്കെ യാത്ര പോവേണ്ടവരാണ്. കാരണം എപ്പോഴാണ്, ഇപ്പം നമുക്കറിയാമല്ലോ, മരണത്തിന് സമയവും കാലവും അതുപോലെ തന്നെ മറ്റൊന്നും വ്യത്യാസമില്ലാതെ ഇന്ന് അനവധി ആളുകൾ പല കാരണങ്ങളെ കൊണ്ടും കാരണങ്ങളില്ലാതെയും അള്ളാഹുവിൻ്റെ അജലിയായ ഖളാഇന് അടിമപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്ര പോവുകയാണ്. അപ്പം നമ്മളൊക്കെ ഏത് സമയത്താണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് മരിക്കുക എന്നുള്ളത് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. അങ്ങനെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ, നമുക്ക് സമയം അറിഞ്ഞിരുന്നെങ്കിൽ മുൻകൂട്ടി തന്നെ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാമായിരുന്നു. പക്ഷേ ആ ഒരു വിവരം നമ്മൾ അറിയിച്ചു തന്നിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരുങ്ങി തയ്യാറാവണം. എന്തിനു വേണ്ടി? മരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ഒരുങ്ങി തയ്യാറാവണം. വിശുദ്ധമായിരിക്കുന്ന റമളാൻ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം റമളാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെയൊക്കെ ബർസഖിയായ ജീവിതം അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസിലൂടെ കാണാം, മിൻകൽ ഇസ്തിഗ്ഫാറു വമിന്നൽ ഗുഫ്റാൻ. അള്ളാഹു പറയുന്നുണ്ട് അടിമയോട്, മിൻകൽ ഇസ്തിഗ്ഫാറു, ഓ മനുഷ്യ, നിൻ്റെ ഭാഗത്തിൽ നിന്നാണ് ഇസ്തിഗ്ഫാർ ഉണ്ടാവേണ്ടത്. പാപമോചനം
നീയാണ് തേടേണ്ടത്. അങ്ങനെ നീ തേടുമ്പോൾ വമിന്നൽ ഗുഫ്റാൻ, പാപം പൊറുത്തു തരുന്നത് ഞാനാണ്, പാപം പൊറുപ്പിക്കുന്നവൻ ഞാനാണ്. കാരണം വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പല ആയത്തുകളിലും ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന് വിശുദ്ധമായിരിക്കുന്ന ഖുർആനു ഷരീഫിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ഗഫൂറാണ്, ഗഫാറാണ് അല്ലേ? ഗഫൂറും ഗഫാറാണ്. പാപങ്ങൾ കൂടുതൽ കൂടുതൽ പൊറുത്തു തരുന്നവനാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പോൾ നമ്മൾ ചോദിക്കാൻ തയ്യാറായാൽ മതി. നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുത്തു തരും. എന്തിനേറെ പറയുന്നു, സമുദ്രത്തിലുള്ള നുരകളുടെ സമാനമായി നിനക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും അത് അള്ളാഹു പൊറുക്കപ്പെടുക തന്നെ ചെയ്യും. എങ്ങനെ? അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ. കാരണം നമുക്കറിയാമല്ലോ, തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നദുമു, ഖേദിച്ച് മടങ്ങലാണ്. ഖേദിക്കലാണ് തൗബയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഖേദിച്ച് മടങ്ങുക. പടച്ച റബ്ബേ, എൻ്റെ അടുത്ത് നിന്ന് നിരവധി അനവധി പാപങ്ങൾ മനുഷ്യ സഹജമായും കൊണ്ട് റബ്ബേ എൻ്റെ സാഹചര്യം ഒത്തിണങ്ങിയപ്പോൾ ഞാൻ നിനക്കിഷ്ടപ്പെടാത്ത പലതും ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, നിനക്കിഷ്ടപ്പെടാത്ത പലതും ഞാൻ പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. റബ്ബേ, എനിക്ക് നീ നിന്റെ പ്രവിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് നീ എനിക്ക് പുറത്ത് തരണേ എന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുക. അങ്ങനെ റബ്ബിനോട് ദുആ ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. ഇല്ല ശിർക്ക, ശിർക്കൊഴിച്ചുള്ള പാപങ്ങൾ മുഴുവനും തൗബയിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരും. എന്താണ് ശിർക്ക്? നമ്മളാരും ശിർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്, നമ്മൾ ബഹുദൈവ വിശ്വാസികളല്ല അല്ലേ? നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ അള്ളാഹുവിൻ്റെ കലിമത്തു തൗഹീദ് എന്ന പരിശുദ്ധമായിരിക്കുന്ന വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു മരിക്കുന്ന സമയം വരെയും അതിൽ അള്ളാഹു അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ്, മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബേ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, നീ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് അർത്ഥം വരുന്ന ആ വിശുദ്ധ കലിമത്ത് തൗഹീദ് ഒരാൾ മനസ്സറിഞ്ഞ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. സ്വർഗത്തിലേക്ക് പോവാനുള്ള വഴികൾ അള്ളാഹു നമുക്ക് ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഒരുപാട് വഴികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വഴി സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന എനിക്കും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾക്കും പടച്ച റബ്ബിൻ്റെ സ്വർഗ്ഗലോകത്തെത്തിപ്പെടാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കണ്ടോ, മനസ്സറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം നമുക്ക് ശിർക്കില്ല, നമ്മളാരും ശിർക്ക് ചെയ്യുന്നില്ല, ശിർക്ക് പറയുന്നില്ല. അപ്പോൾ ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഈ ശിർക്കല്ലാത്ത എന്ത് പാപങ്ങൾ ഒരു മനുഷ്യൻ്റെ അടുക്കൽ നിന്ന് സംഭവിച്ചു പോയാലും ഖാലിഖായ റബ്ബിനോട്, രാജനായ റബ്ബിനോട് മനന്നൊന്ത് മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു നമുക്ക് പുറത്തു തരുന്ന വിഷയമേ ഉള്ളൂ നമ്മുടെ പാപങ്ങൾ. അപ്പം അതിന് പ്രയോജനപ്പെടുത്തണം. ഈ വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷരീഫിൻ്റെ പ്രത്യേകിച്ച് ഈ മഗ്ഫിറത്തിൻ്റെ 10 നമുക്ക് അതിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ.
നമ്മൾ ഏതൊരു ദിക്ർ ചൊല്ലുമ്പോഴും അതിൻ്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ഒരുപാട് വർദ്ധിപ്പിച്ച് കൂട്ടിത്തരുമെന്നാണ് അല്ലേ. നമുക്ക് കൂടുക വേണ്ട, എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ പ്രതിഫലങ്ങൾ കൂടിയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണം. അള്ളാഹു സലാമത്താക്കി നമുക്കൊക്കെ നൽകട്ടെ. നമ്മളൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഇപ്പം എന്താണ് അല്ലാഹുമ്മ ഗഫിർലി, നമ്മളിങ്ങനെ ചിലപ്പോൾ ഇമാമ് ചൊല്ലി തന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരൊപ്പം നമ്മളിങ്ങനെ ചെല്ലും അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ റഹംനി യാ റഹ്മാൻ റഹീം ഇങ്ങനെ ചെല്ലും. പക്ഷെ അതിൻ്റെ അർത്ഥം കൂടി നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അതിൻ്റെ പരിണിത ഫലം നമുക്ക് ഒരുപാട് ഇരട്ടിയായി കിട്ടും. എന്താണ് അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി, അല്ലാഹുവേ യഗ്ഫിർലി എനിക്ക് നീ പുറത്ത് തരണമേ, ദുനൂബി എൻ്റെ പാപങ്ങൾ, എൻ്റെ തെറ്റുകുറ്റങ്ങൾ നീ എനിക്ക് പുറത്ത് തരണമേ, യാ റബ്ബൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹുവേ എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാകപ്പിഴവുകളും നീ എനിക്ക് നിൻ്റെ പ്രവിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് നീ എനിക്ക് പുറത്ത് തരണമേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നു. യാ റബ്ബൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹുവേ എൻ്റെ സകലമാന തെറ്റുകുറ്റങ്ങളും നീ എനിക്ക് പുറത്ത് തരണമേ. ഒരു 3 വട്ടം ചൊല്ലിക്കാണേ. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഉസ്താദ് പറഞ്ഞത് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകണ്ട, കാരണം പലരും പല മൈഷത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങളിലൊക്കെ ഇടപഴകുന്ന ആളുകളല്ലേ. അള്ളാഹു നമ്മളെ ജോലിയിലും ബിസിനസ്സുകളിലും മറ്റുള്ള മുഴുവൻ ഏർപ്പാടുകളും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ 1-2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു ബിനി ആദം ഖത്താഉൻ, ആദമിൻ്റെ മക്കളൊക്കെ, മഹാനായിരിക്കുന്ന അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മുടെ പിതാവ് അദ്ദേഹമാണ്, നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കുല്ലു ബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്, പാപികളാണ്. അപ്പോൾ കണ്ടോ, നമ്മൾ മാസൂമികളല്ല, നമ്മൾ പാപസുരക്ഷിതരല്ല. മാസൂമിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? പാപസുരക്ഷിതർ. പക്ഷേ നമ്മൾ മാസൂമിങ്ങളല്ല. അതുകൊണ്ടാണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് കുല്ലു ബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. അപ്പം നമ്മളെക്കുറിച്ച് അതേ അങ്ങനെ പറഞ്ഞു വെച്ചുകൊണു അല്ലേ, നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാ. എന്നാലോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പറയുന്നു, ആ ഹദീസിൽ തന്നെ പറയുന്നു, വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. കണ്ടോ, വഖൈറുൽ ഖത്താഈ, തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമരാരാണെന്നോ അത്തവാബൂൻ. ഇങ്ങനെ ചാടുകയാണല്ലേ, അതെന്തെന്ന് നിൽക്കാത്തനാവോ, കുറേതാക്കി ഇതാണ് സംഭവം. അതായത് ഇതിങ്ങനെ ആക്കി ഇതിൽ പെടുന്നില്ല സംഭവം. പരമാവധി വെക്കണ്ടേ, പക്ഷെ പിന്നെ ചാടണത്. ഏതായാലും മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. കണ്ടോ, തൗബ ചെയ്യുന്നവരിൽ വെച്ച് യജമാനനായിരിക്കുന്ന ഗഫൂറായ ഗഫാറായ, പാപം കൂടുതൽ പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമരെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പം കണ്ടോ, തൗബക്ക് വിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിൽ വലിയ സ്ഥാനമാനങ്ങളുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. എന്തിനേറെ പറയുന്നു, തൗബ ചെയ്യുന്ന ഒരു അടിമന് അള്ളാഹ്ക്ക് എത്രമാത്രം ഇഷ്ടമാണെന്നറിയോ? താൻ ചെയ്ത തെറ്റുകൾ മനസ്സറിഞ്ഞും കൊണ്ട് റബ്ബിനോട് തൗബ ചെയ്യുമ്പോൾ ആ അടിമയോട് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ്. സുദീർഘമായിരിക്കുന്ന ചരിത്രമുണ്ട്, പക്ഷെ അത് പറയാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സും കൂടിയും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇവിടെ വെച്ച് നടക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ഇൻഷാ അല്ലാഹ് ചരിത്രം നമുക്ക് പറയാം.
അപ്പോൾ ഒരു തൗബ ചെയ്യുന്ന മനുഷ്യനോട് അള്ളാഹ്ക്ക് എത്രമാത്രം ഇഷ്ടമാണെന്നറിയോ അല്ലേ? അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാളോട് അള്ളാഹുവിന് കൂടുതൽ കൂടുതൽ ഇഷ്ടം ഉണ്ടാകുന്ന. നമുക്കാണെങ്കിലോ നമ്മോട് ഒരു കാര്യം തന്നെ 2 വട്ടം അല്ലെങ്കിൽ 3-ാമത്തെ വട്ടം ചോദിക്കുമ്പോൾ നമുക്ക് ഭ്രാന്ത് കയറും അല്ലേ, നമുക്ക് ദേഷ്യം വരും. പക്ഷെ അള്ളാഹ് അങ്ങനെയല്ല. തൻ്റെ അടിമകൾ എത്ര കണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നുവോ, ചോദിക്കും തോറും അള്ളാഹുവിന് തൻ്റെ അടിമയോടുള്ള മഹബ്ബത്ത്, തൻ്റെ അടിമയോടുള്ള സ്നേഹം അത് വർദ്ധിക്കുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോൾ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമന്മാർ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തൗബ ചെയ്യുന്നവരിൽ, തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, ഏറ്റവും ഖൈറായവർ അത് തൗബ ചെയ്യുന്നവരാണ്. എന്നിട്ടോ യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. വതശ്ഹദു അലൈഹിം അൽസിനതുഹും, അവരുടെ നാക്കുകളാണ് നാളെ അവർക്ക് സാക്ഷിയാവുന്നത്. നാക്കുകൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയും. വൈദീഹിം, അവരുടെ കരങ്ങളും, വഅർജുലിഹിം, അവരുടെ കാലുകളും, ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതായിരിക്കുന്ന കാരണങ്ങൾ കൊണ്ട് അവരുടെ നാക്കുകളും അവരുടെ കൈകളും അവരുടെ കാലുകളും സാക്ഷി പറയുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓരോരോ അവയവങ്ങളും നാളെ റബ്ബിനോട് സംസാരിക്കും. എത്രേ പടച്ചോനെ, ഇന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ കൈ സംസാരിക്കും. ഇങ്ങനെ ഇന്ന തെറ്റിലേക്ക് റബ്ബേ ഞാൻ നടന്നു പോയിട്ടുണ്ട് എന്ന് നമ്മുടെ കാല് സംസാരിക്കും. ഇങ്ങനെ മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളും നാളെ യജമാനനായിരിക്കുന്ന റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് സാക്ഷിയായി നമുക്ക് സംസാരിക്കുന്ന അള്ളാഹുവിനോട് പറയുമെന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ആ ദിവസം വരുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തന്ന് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ധാരാളം അള്ളാഹുവിൻ്റെ അടിമകളുണ്ട്. ഹിസാബില്ലാതെ ഒരു വിചാരണയും കൂടാതെ സ്വർഗലോകത്തേക്ക് എത്തിപ്പെടുന്ന സ്വർഗത്തിൻ്റെ പാറാവുകാർ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സ്വർഗത്തിലേക്ക് ഒരു പറ്റം ആളുകൾ കടന്നു പോകുമെന്ന് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇങ്ങനത്തെ അനവധി കാര്യങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് കരഗതമാക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലി അവർക്കൊക്കെ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. അതിന് മുമ്പ് ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മളും അതുപോലെ തന്നെ നമ്മോട് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ, രോഗങ്ങൾ കൊണ്ട്, അതേപോലെ തന്നെ മറ്റു പ്രയാസങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ. അപ്പോൾ നമുക്കൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരൊറ്റ കാര്യം, ഒറ്റ ദിക്ർ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുമോ? ഒരു പ്രയാസമല്ല. കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാ 3-4 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരുപാട്. ഇപ്പോൾ നോമ്പിൻ്റെ ഒരു 3 ദിവസം മുമ്പ് ഞാനിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഒരു സഹോദരനോട് ഇങ്ങനെ ചോദിച്ചു, കുറച്ച് നേരം മുഖത്തേക്ക് നോക്കി സലാം പറഞ്ഞ്, ഉസ്താദ് കഴിഞ്ഞ റമദാനിക്ക് ഇവിടെ ക്ലാസ് എടുത്തിരുന്നു ചോദിച്ചു. എടുത്തിരുന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്ത അമലുകൾ ചെയ്യുന്ന അത് തർത്തീബായിട്ട് കുറച്ച് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരൊറ്റ കാര്യം പറഞ്ഞു തരുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ വലിയ ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ദിക്റാണ്, ഒരായത്തും കൂടിയാണത്. നമുക്കൊക്കെ പരിചയമുള്ളതാണ്. പറഞ്ഞു തരട്ടെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നമുക്കൊക്കെ പരിചയമുണ്ട്. ഏത് സൂറത്തിലാണത്? അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ഇൽമിൽ നാഫി ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ ഇൽമ അല്ലാഹു നാഫിയാക്കട്ടെ. അപ്പോൾ ഈ ഒറ്റ കാര്യം നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഏൽപ്പിക്കുകയാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അതിൻ്റെ അദദ് കൂടി ഞാൻ പറഞ്ഞു തരാം, അതിൻ്റെ എണ്ണം കൂടി ഞാൻ പറഞ്ഞു തരാം. തോനെ വേണോ കുറച്ച് വേണോ? കുറച്ച് മതി ഇൻഷാ അല്ലാഹ്. കാരണം അള്ളാഹ്ക്ക് ഒരു കാര്യം കൂടുതൽ കാര്യം ചെയ്യുന്നതല്ല,
ഉള്ളത് കുറച്ചാണെങ്കിലും അത് പതിവായി കൊണ്ടുപോകുന്നവരെ ഖാലിക്കായ റബ്ബിന് വലിയ ഇഷ്ടമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തോനെ എണ്ണം തന്നാൽ ചിലപ്പോൾ നിങ്ങളത് അവിടെ ഇടും, 2 ദിവസം 4 ദിവസമൊക്കെ ചെല്ലും, പിന്നെ അത് അവിടെ ഇടും. അപ്പോൾ ചെറിയൊരെണ്ണം, അതത് എന്ന് പറഞ്ഞാൽ എണ്ണാണ്. അപ്പോൾ ചെറിയൊരെണ്ണം അത് പതിവായിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ചെയ്യുന്ന അമലുകൾ തുച്ഛമാണെങ്കിലും ചെയ്യുന്ന അമലുകൾ കുറവാണെങ്കിലും അത് പതിവായി ചെല്ലുമ്പോൾ അതിൻ്റെ ഒരുപാട് പ്രയോജനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് ദിവസം ഒരു 11 തവണ, ഒരു പ്രയാസമില്ലല്ലോ, 11 നല്ല കണക്കാണ്. 11 തവണ നിങ്ങൾക്ക് പറ്റിയ സമയത്ത്. ഏറ്റവും അഫ്ളലായ ടൈം ഇൻഷാ അല്ലാഹ് ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ്. അഫ്ളലായ ടൈം ഇൻഷാ അല്ലാഹ് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഏറ്റവും അഫ്ളലായ ടൈം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. പറ്റുമെങ്കിൽ ആ സമയം ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ നമുക്ക് 24 മണിക്കൂർ അള്ളാഹു സമയം തന്നിട്ടില്ല, പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് കുറഞ്ഞ ടൈമേ വരുള്ളൂ അല്ലേ, 11 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇത് പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ പ്രയോജനങ്ങൾ, വലിയ ഒരുപാട് ഫായിദകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിർത്തല്ലേ. ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഏറ്റെടുത്തത് ഞാൻ മണ്ണാർക്കാട് നിന്നാണ് വരുന്നത്. കാരണം നമ്മൾ നോമ്പിൻ്റെ മുമ്പ് തന്നെ ഡേറ്റ് തന്നാണ് ഉസ്താദ്. അൽഹംദുലില്ലാഹ് ബൈക്കുമ്മയാണ്, ഈ വെയിലും കൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് തന്നെ പള്ളിക്ക് തന്നെ പോകണം. അപ്പോൾ ഒരു തുള്ളി വെള്ളം കൂടി ചോദിക്കാൻ പറ്റാത്ത സമയമാണ്. വെള്ളം ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഞാറ്റി ഓടും ചെയ്യപ്പെടും. അപ്പോൾ തുള്ളി വെള്ളം കൂടി കുടിക്കാൻ പറ്റാത്ത സമയമാണ്. വിശുദ്ധമായ റമളാനാണ്. ദീർഘസമയം നമ്മൾ ചൂടിൻ്റെ കാഠിന്യമൊക്കെ സഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുന്നത് നമുക്ക് രക്ഷപ്പെടണം. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും പാകപ്പെടുത്തുകയാണ് ഈ വിശുദ്ധമായ റമളാനിലൂടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച് നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നത്, നോമ്പ് നിൽക്കുന്നത് നമുക്ക് ഇന്ന് ദുന്യാവിലും നാളെ ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നോമ്പുകാർക്ക് പ്രത്യേകം തന്നെ സ്വർഗത്തിൽ ഒരു പ്രത്യേക കവാടം തന്നെ അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കവാടത്തിൽ മറ്റാർക്കും പ്രവേശിക്കാൻ കഴിയില്ല എന്ന, നോമ്പുകാരെ മാത്രം കടത്തിവിടുന്ന സ്വർഗത്തിലൊരു കവാടമുണ്ട്. അള്ളാഹു ആ കവാടത്തിലൂടെ പ്രവേശിക്കാൻ, സ്വർഗ്ഗലോകത്ത് സംഗമിക്കാൻ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കുറഞ്ഞ ഒരു 3 സ്വലാത്തിൽ ദുആ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നൊരു അമല് മറക്കുമോ? മറക്കൂലല്ലോ, ഇല്ല. ഏതാണ് അമല്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാഹു അത് പതിവാക്കി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ വഹബീബിനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അഹദായ സ്വമദായ ഫർദായ ലത്തീഫായ ഖബീറായ റഹ്മാനായ റഹീമായ വദൂദായ 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 അല്ലാഹ്. സാധുക്കളായ പാപികളായ നിന്റെ അടിമകളെ സംഗമിച്ചത് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ. അർഹിക്കുന്ന പ്രതിഫലം 2 ലോകത്തും നീ നൽകണേ റഹ്മാനേ. റബ്ബേ, വിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട മഗ്ഫിറത്തിൻ്റെ 10ലാണ് ഞങ്ങളുള്ളത്. റബ്ബേ, ഞങ്ങളെ പാപങ്ങൾ കരിച്ച് കളയണേ റഹ്മാനേ, പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാ പാപങ്ങളും നീ അഫ്വ് ചെയ്ത് വിട്ടുപുറത്ത് മാഫാക്കി തന്ന് ഞങ്ങളെ ഹൃത്തടങ്ങൾ ശുദ്ധീകരിക്കണേ റഹ്മാനേ. ഒരുപാട് പാപക്കറകളുള്ള കൽബുകളാണ് റബ്ബേ. പാപക്കറകളെല്ലാം അയച്ചു കളഞ്ഞ് ഞങ്ങളെ കൽബിൻ്റെ അകത്തളം വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിച്ചതുപോലെ നീ ശുദ്ധീകരിക്കണേ റഹ്മാനേ, ശുദ്ധീകരിക്കണേ റഹ്മാനേ, ശുദ്ധീകരിക്കണേ മന്നാനേ. നീ ഗഫൂറാണ്, ഗഫാറാണ്. പാപങ്ങൾ കൂടുതൽ പുറത്തു തരുന്നവനാണ്
റബ്ബേ ഞങ്ങളെ സകലമാന പാകപ്പിഴവുകളും നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഉസ്താദുമാര്, ഞങ്ങളെ വേണ്ടപ്പെട്ടവര് റബ്ബേ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. കരുണ ചെയ്യണേ റഹ്മാനെ. റബ്ബേ വിവിധങ്ങളായ സതുദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവരുണ്ട്. ഞങ്ങളെ മനസ്സിൻ്റെ അകത്തളത്തിലുള്ള മുഴുവനും സതുദ്ദേശങ്ങളും നീ സഫലമാക്കണേ റഹ്മാനെ. ഈ വിശുദ്ധ റമദാനിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ എല്ലാ സതുദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ റഹ്മാനെ. റബ്ബേ വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഈ സദസ്സിലുണ്ട്. റബ്ബേ ഞങ്ങൾ വേണ്ടപ്പെട്ടവരിലുണ്ട്. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ തീർത്ത് തരണേ റഹ്മാനെ. സലാമത്ത് നൽകണേ റഹ്മാനെ. സലാമത്ത് നൽകണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ റബ്ബേ. ഷാഫിയായ റബ്ബേ നീ ഷിഫാ നൽകണേ റഹ്മാനെ. ഞങ്ങളെ വീട്ടിൽ, കുടുംബത്തിൽ, നാട്ടിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിരവധി അനവധി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത രോഗികളുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നീ ഷിഫ നൽകണേ റഹ്മാനെ. നിന്റെ ഷാഫി എന്ന യസ്മിൻ്റെ ഹക്ക് കൊണ്ട് നീ പൂർണ്ണ ഷിഫാ നൽകണേ റബ്ബേ. റബ്ബേ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. നീ അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. മർഹമത്ത് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിയുടെ ചാരത്ത് ഒരുപാട് മറവിട്ട് കിടക്കുന്ന ഖബറാളികളുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. മർഹമത്ത് നൽകണേ റഹ്മാനെ. ആഖിറം വെളിച്ചമാക്കണേ റഹ്മാനെ. ബർസഖി ജീവിതം നീ സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലും സലാമത്തിലുമാക്കണേ റഹ്മാനെ. റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കേണ്ടവരാണ്. മരണം ഖൈറാകുന്ന സമയത്ത് നിന്റെ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഓർമ്മയോടുകൂടെ ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. അതിനുള്ള അവസരം തരണേ റബ്ബേ. സ്വർഗാവകാശികളുടെ പട്ടികയിൽ നീ ഞങ്ങളെ ചേർത്തണേ റഹ്മാനെ. ചേർത്തണേ റഹ്മാനെ. സ്വർഗം ചോദിക്കാൻ അർഹതയുടെ ഒരംശം പോലും ഈ പാപികൾക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും നിന്റെ റഹ്മത്ത് കൊണ്ട് റബ്ബേ, നിന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും സ്വർഗം നൽകണേ റബ്ബേ. നരകം ഹറാമാക്കണേ റബ്ബേ. നരകം ഹറാമാക്കണേ റഹ്മാനെ. ഈ വിശുദ്ധ റമദാനിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം വാജിബാക്കണേ റബ്ബേ. നരകം ഹറാമാക്കണേ റഹ്മാനെ. പടച്ചോനെ, ഇത്രയും സമയം ഒരുപാട് സഹോദരങ്ങൾ നിന്റെ വിശുദ്ധ ഭവനത്തിൽ അല്ലാഹുവേ ഇഴ്തികാഫിൻ്റെ നിയ്യത്തും വെച്ചിരുന്ന ഈ ഇരുത്തം നീ കബൂലാക്കണേ റഹ്മാനെ. ഇവിടെ ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും നാളെ ആഖിറ ലോകത്ത് ഒരു മുതൽക്കൂട്ടായി ഞങ്ങളുടെ നന്മയുടെ പട്ടികയിൽ നീ രേഖപ്പെടുത്തണേ റഹ്മാനെ. ഇത് റഹ്മാനെ, ഇത് ഞങ്ങൾക്ക് നാളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇരുത്തമാക്കി മാറ്റണേ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന ജോലികൾ, ബിസിനസ്സുകൾ, മറ്റുള്ള മുഴുവൻ ഏർപ്പാടുകൾ എല്ലാത്തിലും നീ ഖൈറാത്ത്, ബറക്കാത്ത്, നിഅ്മാത്തുകൾ നീ ചൊരിച്ചു തരണേ റഹ്മാനെ. ഏറ്റിത്തരണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും വേണ്ടപ്പെട്ടവരെയും നീ കാക്കണേ റഹ്മാനെ. നിന്റെ ഹിഫ്ളും ഹിമായത്തും നൽകണേ റഹ്മാനെ. ഞങ്ങൾ ദിനേന യാത്ര ചെയ്യുന്നവരാണ്, വാഹനമോടിക്കുന്നവരാണ് റബ്ബേ. എല്ലാവിധ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് നിന്റെ ഹിഫ്ളും ഹിമായത്തും നൽകണേ റബ്ബേ. നിന്റെ ഹിഫ്ളും ഹിമായത്തും തരണേ റബ്ബേ. നിന്റെ ഹിഫ്ളും ഹിമായത്തും നീ നൽകണേ റഹ്മാനെ. ഇതുപോലെ റബ്ബേ, ഇതിലേറെ ഉപരി സന്തോഷത്തിൽ നാളെ സ്വർഗത്തിൽ ഞങ്ങളെ നീ സംഗമിപ്പിക്കണേ റബ്ബേ. ഞങ്ങളെ വേണ്ടപ്പെട്ടവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ കാവൽ എപ്പോഴും തരണേ റഹ്മാനെ. റഹ്മാനെ, ഈ വിശുദ്ധമായിരിക്കുന്ന റമദാനിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് പല സുഹൃതങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പല നന്മകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിന്റെ വിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞങ്ങൾ വ്രതമനുഷ്ഠിക്കുന്നുണ്ട്. പടച്ചോനെ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന അമലുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന അമലുകൾ തുച്ഛമാണെന്ന ബോധം ഞങ്ങൾക്കുണ്ട്. എങ്കിലും അല്ലാഹ്, ചെയ്യുന്ന അമലുകളെല്ലാം സ്വീകാര്യത തന്ന് അർഹിക്കുന്ന പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. അർഹിക്കുന്ന പ്രതിഫലം നൽകണേ റഹ്മാനെ. ചെയ്യുന്ന അമലുകളിൽ വല്ല കുറവുകളും വന്നു പോകുന്നുണ്ടെങ്കിൽ വിവരമില്ലാത്ത ഇൽമില്ലാത്ത പാപികളാണ്. അതെല്ലാം പരിഹരിച്ച്, ന്യൂനതകളെല്ലാം പരിഹരിച്ചുകൊണ്ട്
നീ അഫ്വ് ചെയ്തുകൊണ്ട് ഞങ്ങളെ അമലുകൾക്ക് സ്വീകാര്യത തരണേ റബ്ബേ, സ്വീകാര്യത തരണേ റബ്ബേ. സ്വീകാര്യത തന്നുകൊണ്ട് നിന്റെ തഖർറുബ്, നിന്റെ സാമീപ്യം കരഗതമാക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا واغفر والدينا واغفر أساتذتنا واغفر تلاميذنا يا غافر المذنبين ربنا ارحمنا بأنواع رحمتك يا أرحم الراحمين. എല്ലാവരും ഒപ്പം ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. മുഅ്മിനീങ്ങളെ, റഹ്മത്തിൻ്റെ 10 വിട പറഞ്ഞു വിചാരിച്ചിട്ട് അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ നമ്മൾ ഒഴിവാക്കരുത്. കിട്ടുന്ന സമയങ്ങളിലൊക്കെ അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്യുക. പിന്നെ പ്രത്യേകം ഒരു ഒറ്റ കാര്യം പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ ചെറിയ പെരുന്നാളിന്, രണ്ടാം പെരുന്നാൾക്ക് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ഒരു സിയാറത്ത് ടൂർ ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏർവാടി, നാഗൂർ, മുത്തുപ്പേട്ട എന്ന് പറയുന്ന വിവിധ പ്രദേശങ്ങളിലായിട്ട് ഇൻഷാ അല്ലാഹ് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വാഗമൺ, അതുപോലെ തന്നെ തങ്ങൾപ്പാറ, ഇവിടെയൊക്കെ സിയാറത്ത് ഇൻഷാ അല്ലാഹ് ടൂർ സംഘടിപ്പിക്കുന്നുണ്ട്. പറ്റുന്ന ആളുകൾക്കൊക്കെ ഫാമിലി സൗകര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ അടുത്ത് നമ്പറുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് സഹകരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ കൂട്ടമായിട്ട് സിയാറത്തിന് പോകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരാൾക്ക് ചിലവ്, ഭക്ഷണം, റൂം, എല്ലാ യാത്രാ ചിലവ് അടക്കം ഇൻഷാ അല്ലാഹ് ഒരാൾക്ക് 3000 രൂപയാണ് ചിലവ് വരുന്നത്. വെള്ളിയാഴ്ച പോയി ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച രാത്രി തിരിച്ചെത്തുന്ന ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മഹാന്മാരുടെ ചാരത്തേക്ക് നല്ല നിലക്ക് സിയാറത്ത് പോയി റാഹത്തോടുകൂടെ തിരിച്ചു വരുവാനുള്ള എല്ലാവിധ സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.